ഇംഗ്ലണ്ടിനെതിരെ അവസാന T20യിൽ ഇന്ത്യക്ക് 150 റൺസിന്റെ കൂറ്റൻ ജയം. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ 248 റൺസിന്റെ വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ട് 10.3 ഓവറിൽ 97 റൺസിന് എല്ലാവരും പുറത്തായി. 3 വിക്കറ്റ് നേടിയ മുഹമ്മദ് ഷമി, 2 വിക്കറ്റ് വീതം നേടിയ ശിവം ദുബെ, അഭിഷേക് ശർമ്മ, വരുണ ചക്രവർത്തി എന്നിവരാണ് ഇംഗ്ലണ്ടിനെ തകർത്തത്. 55 റൺസ് നേടിയ ഫിലിപ്പ് സാൾട്ടാണ് ഇംഗ്ലണ്ടിന്റെ ടോപ്പ് സ്കോറർ. ഇതോടെ പരമ്പര ഇന്ത്യ 4-1 സ്വന്തമാക്കി. നേരത്തെ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനെത്തിയ ഇന്ത്യയെ അഭിഷേക് ശർമ്മയുടെ സെഞ്ചുറിയാണ് 54 പന്തിൽ 135 കൂറ്റൻ സ്കോറിലേക്ക് നയിച്ചത്. 13 സിക്സും 7 ഫോറും അഭിഷേകിന്റെ ബാറ്റിൽ നിന്ന് പിറന്നു. അഭിഷേക് 37 പന്തിൽ നിന്ന് സെഞ്ചുറി നേടിക്കൊണ്ട് ഇന്ത്യയുടെ ഏറ്റവും വേഗതയാർന്ന രണ്ടാം T20 സെഞ്ചുറിയുടെ ഉടമയായി. സഞ്ജു സാംസൺ 16, സൂര്യകുമാർ യാദവ് 2 ഒരിക്കൽ കൂടി നിരാശപ്പെടുത്തി. 30 റൺസ് നേടിയ ശിവം ദുബെയാണ് ഇന്ത്യയുടെ അടുത്ത ടോപ്പ് സ്കോറർ. തിലക് വർമ്മ 15 പന്തിൽ 24 റൺസ് നേടി. ഹാർദിക് ആക്രമിച്ചു കളിക്കാൻ ശ്രമിച്ച് 9 റൺസിൽ പുറത്തായി. റിങ്കുവിനും 9 റൺസ് മാത്രമേ എടുക്കാൻ ആയിരുന്നുള്ളൂ. അവസാനം വിക്കറ്റുകൾ വീണത് ഇന്ത്യയെ 250 കടക്കുന്നതിൽ നിന്ന് തടഞ്ഞു. 9 വിക്കറ്റുകൾ ഇന്ത്യക്ക് നഷ്ടമായി. ബ്രൈഡൻ കാർസെ ഇംഗ്ലണ്ടിന് വേണ്ടി 3 വിക്കറ്റ് വീഴ്ത്തി. സാൾട്ടിന് പുറമെ ഇംഗ്ലണ്ട് നിരയിൽ ജേക്കബ് ബേദൽ 10 മാത്രമാണ് രണ്ടക്കം കണ്ടത്. ബെൻ ഡക്കറ്റ് 0 നേരിട്ട ആദ്യ പന്തിൽ തന്നെ മടങ്ങി. ജോസ് ബട്ട്ലർ 7, ഹാരി ബ്രൂക്ക് 2, ലിയാം ലിവിങ്സ്റ്റൺ 9, ബ്രൈഡൻ കാർസെ 3 എന്നിവർക്കാർക്കും രണ്ടക്കം കാണാൻ സാധിച്ചില്ല. ജാമി ഓവർട്ടണ് 1, ആദിൽ ഷീദ് 6, മാർക്ക് വുഡ് 0 എന്നിവരാണ് പുറത്തായ മറ്റു താരങ്ങൾ. ജോഫ്ര ആർച്ചർ 1 പുറത്താവാതെ നിന്നു.